നാളികേരം ചിരകി നമ്മൾ റാഗി പുട്ടുണ്ടാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ, നാളികേരവും കത്തിയുമായി ഞാൻ അങ്കത്തട്ടിലേക്ക് ഇറങ്ങി നാളികേരത്തിൻ്റെ മണ്ടയ്ക്ക് 2 കൊടുത്തു. 2, 3, 4 തട്ട് തട്ടി പൊട്ടി. അതാ ചിന്നി ചിതറിയില്ല, 2 കഷ്ണമായി. അത് ഞാൻ ചിരകാനായിട്ട് ഞാൻ കൊണ്ടുപോകണം. അപ്പോൾ 2 എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ചിരകയുടെ മുകളിൽ കയറുന്നുണ്ട്, വലിയ രാജാവിൻ്റെ പോലെ കയറിയിരിക്കുകയാണ്. നാളികേരം ചിരകാനായിട്ട് അധികം മസൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ നൈസായിട്ടൊന്ന് തള്ളി പിടിച്ചാൽ മതി. അത് അതിൻ്റെ പല്ല് പോലെ ഉള്ള ചിരകയുടെ മുകളിൽ ഇങ്ങനെ പതുക്കനെ തള്ളി പിടിച്ച് പതുക്കനെ ഇങ്ങനെ അമർത്തി ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളായിട്ട് അങ്ങനെ തള്ളി താഴേക്ക് പോകും. പക്ഷേ ശ്രദ്ധിക്കണം, കൈ അതിൽ ചിരകി പോകരുത്. ഒരു പുളി ഞാൻ ചിരകി, അപ്പോൾ ഒരു പുളിയും കൂടി ഉണ്ട്. അത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചിരകാനുള്ള പരിപാടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോരൻ വയ്ക്കണം, കേബേജിൻ്റെ തോരൻ. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അത് ഞാൻ ചിരക്കണം. പക്ഷെ ഞാനിവിടെ ചെയ്യണത് ഒമാനിലാണ് കേട്ടോ. ഒമാനിൽ ഒരു കമ്പനിയുടെ കിച്ചണിലാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ കുക്ക് വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത് കിച്ചൺ. അപ്പോൾ ഇത് പുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് ചിരകി അത് ഞാൻ നാളികേരം നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇനി ഞാൻ റാഗിയുടെ പൊടി അഴിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ചാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അത് എടുക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ നനയ്ക്കാൻ, പുട്ടുപൊടി നനയ്ക്കണമല്ലോ. അതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാത്തവരുണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് വേണ്ടി കാണിക്കണം. അപ്പോൾ റാഗി പൊടിയിലേക്ക് കുഴയ്ക്കാനായിട്ട് ആദ്യം കുറച്ച് ബേസനിൽ കുറച്ച് ഉപ്പും വെള്ളം കൂടി നൈസായിട്ട് കുതിർത്തി, എല്ലാതും ഉപ്പ് അങ്ങനെ നനച്ച് വയ്ക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ അതിലേക്ക് എല്ലായിടത്തേക്കും അത് കറക്റ്റായിട്ട് എത്തും. എന്നിട്ട് അതിൽ പൊടിയിട്ട് നല്ല രീതിയിൽ കുഴയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോതമ്പ് പൊടി കുഴയ്ക്കണ പോലെയൊന്നും കുഴയ്ക്കണ്ട, പുട്ടിൻ്റെ പൊടി കുഴയ്ക്കണ പോലെ കുഴച്ചാൽ മതി. അധികം വെള്ളം വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ അത് കട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ച് പൊടിച്ചെടുക്കേണ്ടി വരും. അത് 2ാം പണിയാണ്. അപ്പോൾ അത് വേണ്ട, നമുക്ക് നൈസായിട്ട് വെള്ളമൊക്കെ തളിച്ച് പുട്ടുപൊടി കുഴക്കണ പോലെ കുറച്ച് നേരം വയ്ക്കണം. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് വെച്ചാൽ മതി. വച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റാണ്. അതിൽ കുറച്ച് നാളികേരം കൂടി ചിരകിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ അതിലിട്ടിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ച് വെള്ളം അധികമാവാത്ത രീതിയിൽ പൊടി പോലെ കുഴച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വേണ്ട കാണുന്നുണ്ടല്ലോ നിങ്ങൾ, നല്ല രീതിയിൽ ഞാൻ ആ പൊടി പോലെയാക്കി എടുത്തിട്ടില്ല. അതെങ്ങനെ നല്ല രീതിയിൽ പൊടിച്ച് കട്ടയാവാത്ത രീതിയിൽ വയ്ക്കുക. ഇനി പുട്ടിൻ്റെ കുമ്പെടുത്തിട്ട് ഇത് സ്റ്റൗവിൻ്റെ മുകളിൽ സ്റ്റൗവും കത്തിച്ച് അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു 2 മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അതോടുകൂടി അത് പുഴുങ്ങാനും പറ്റും. അത് ഞാൻ കാണിച്ചിട്ടില്ല, പക്ഷേ അതിലിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ വേറൊരു കാര്യം കൊണ്ട് ഒരു ക്യാരറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ ക്യാരറ്റിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തൊലി കളഞ്ഞിട്ട് അത് മറ്റേ ഇങ്ങനെ എടുക്കുന്നുണ്ട്, അതിനെന്താ പറയുക, ചോപ്പർ ചെയ്യുന്നത്. അതിന് മുകളിലിട്ട് നല്ല രീതിയിൽ ചോപ്പർ ചെയ്തെടുക്കും. അപ്പോൾ അതും കൂടി ഈ പുട്ടിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഹെൽത്തിയാണ്, നല്ല ഇതായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു ഇതുണ്ടായിരിക്കും, കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടും ക്യാരറ്റ്. അങ്ങനെ നമ്മളതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് നല്ല രീതിയിൽ നാളികേരവും ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് പുട്ടിൻ്റെ ആ കുമ്പുണ്ടല്ലോ, എന്താ പറയാ, പുട്ട് നിറയ്ക്കുന്ന കുഴൽ, അതിലേക്ക് ആ സാധനം ഇടണം കേട്ടോ. ഞാൻ ഇട്ടുള്ള സാധനം ഉണ്ടല്ലോ അരിപ്പ, അത് ഇട്ടില്ലെങ്കിൽ പുട്ട് മുഴുവനും താഴെ പോയി ആവിക്കോളാം. ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര ഇട്ടാലും നിറയാത്ത പുട്ട്. അപ്പോൾ അതിൽ ആദ്യം കുറച്ച് ക്യാരറ്റ് ഇടുക, അല്ലെങ്കിൽ നാളികേരം അതിട്ടല്ല, എന്തിട്ടാലും കുഴപ്പമില്ല. അതിനുശേഷം അതിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നാളികേരം ഇട്ടതിന് ശേഷം ഈ പൊടി കുഴച്ച് വെച്ച പൊടി ഞാൻ കുഴച്ച് കാണിച്ചല്ലോ, കട്ട പോലെ നമ്മൾ പിടിക്കുമ്പോൾ ഒരു പിടി പോലെയാവുന്നത്. എന്നിട്ട് അത് അതിലേക്ക് നിറയ്ക്കുക നല്ല രീതിയിൽ. കുറച്ച് ക്യാരറ്റ്, കുറച്ച് നാളികേരം, പിന്നെ റാഗിപ്പൊടി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് നാളികേരം, പിന്നെ റാഗിപ്പൊടി, അങ്ങനെ നിറച്ച് 2 പീസ്, 2 പുട്ടിൻ്റെ കഷ്ണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള 2 പീസാക്കിയിട്ട് നമുക്ക് അതിൽ നിറച്ച് ആവി വരുന്ന പുട്ടുകുമ്പത്തിൻ്റെ മുകളിൽ നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക. അങ്ങനെ അതൊരു മാക്സിമം ഒരു 15 മിനിറ്റ് ഞാനൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റാണ്. ഈ റാഗിയുടെ ഈ ക്യാരറ്റൊക്കെ ഉള്ളതുകൊണ്ട് 10-12 മിനിറ്റ് 13 മിനിറ്റ് കൊടുത്താൽ മതി കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ സാധനം ആവി വന്നു കണ്ടോ, റാഗി പുട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാൻ ബാക്കിൽ കൂടെ തള്ളിയപ്പോൾ മുന്നിൽ കൂടെ വന്നു. ഇതാണ് എൻ്റെ റാഗി പുട്ട്.